നല്ല രസമുണ്ടായിരുന്നല്ലേ? ശരിക്കും പഠിപ്പിച്ചു. എന്റെ ഫ്രണ്ട്സിനെല്ലാം റംസാനെ വിളിക്കാൻ പോകും. നിങ്ങൾക്ക് വരുമല്ലേ? അയ്യോ എനിക്കൊന്ന് നോക്കണം. എന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് സ്റ്റിച്ച് ഈ ഡ്രസ്സിൻ്റെ ഒക്കെ ഭയങ്കര തിരക്കാണ്. പിന്നെ ഡാഡിയെ പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഈ രാഷ്ട്രീയത്തിലായതുകൊണ്ട് ഒരുപാട് സ്റ്റേജിലൊക്കെ പ്രസംഗിക്കണം. അപ്പം നോക്കട്ടെ, തിരക്കാ, അതുകൊണ്ടാ. എടി അധിക പ്രസംഗമാണോ എടി? അയ്യോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരൂലേ? ഞാൻ എന്തായാലും വരും. എൻ്റെ അച്ഛൻ കാല് വിളിക്കാറില്ല. ഞങ്ങളുടെ അവിടെ അപ്പൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞത്, പക്ഷേ നോക്കാം. എല്ലാരും വരണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ തിരക്കായോണ്ടാ ചോദിക്കാം. എടി എന്തൊക്കെ ഡിഷ് ഉണ്ട് എടി കഴിക്കാൻ? എല്ലാം ഉണ്ട്. ബീഫ് ഉണ്ടെങ്കിലും ഞാൻ വരും. എല്ലാം ഉണ്ട്. എനിക്ക് ചോക്ലേറ്റ് വേണം. ആ ഐസ്ക്രീം ചിക്കൻ ഉണ്ടല്ലോ അല്ലേ? എടി എടി, നാളെ കൊണ്ടുപോണ്ട ബാഗല്ലേ ഇത്? അതിനെന്ത്? പുതിയ ബാഗ് എടുത്തങ്ങ് എറിയാണ്. നാളെ വേണ്ടേ ഇത് നിനക്ക്? അല്ല അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കണം. അതിന് നാളെ അവധിയില്ലേ? അവധിയോ? സ്കൂൾ അങ്ങോട്ട് തുറന്നില്ല, അതിനിപ്പോ ഈ അവധി എന്തിനവധി? റംസാന്റെ അവധി. റംസാൻ നാളെ? ഓ ഓ അത് ശരി. എന്നാ എനിക്ക് ചായ എടുത്തേ. കറി തിന്നില്ലാത്ത ചോറ് മാത്രം തിന്നിട്ട് പോരാണോ? മീൻ വറുത്തത് മാത്രം അങ്ങ് തിന്നോ? പിന്നെ അവിയല് കൊള്ളൂല. അതെങ്ങനെ കൂടെ പറഞ്ഞ പിള്ളേരിലൊക്കെ നല്ല കറികളുണ്ടാവും. അവരൊക്കെ ചിക്കനും ചപ്പാത്തിയും അതും ഇതൊക്കെ കൊണ്ടുവരും. അയ്യോ, എവിടെ ആ കോഴിക്കടക്കാരൻ ഉസ്മാന്റെ മോനെ കൊണ്ട് ചായ കെട്ടിച്ച. എടുത്ത് ദേ ഇരിക്കുന്ന ചായ അതെടുത്ത് കുടിച്ചോ? അത് നല്ല ചായ. കുടുങ്ങി നീ സ്കൂളിൽ പട്ടിണി നടന്നിട്ടാണോ പറഞ്ഞത്? സ്കൂളില് അതൊന്നും 12:30 ചോറ് കഴിക്കണ. ഇപ്പം 3:30 3 മണിക്ക് സ്നാക്സ് അതിനൊരു സമയം ഉണ്ടല്ലോ. അതാ അയ്യോ 3 മണിക്ക് സ്നാക്സ് ഇല്ലായിരുന്നു. വെച്ചു കൊടുത്തില്ലേ സ്നാക്സ്? 3 മണിക്ക് അത് രാവിലെ തിന്നുന്ന കഴിച്ച്. എന്റെ പൊന്നു നിനക്ക് അങ്ങനെയല്ല, ഷെയർ ചെയ്യൂല അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ കഴിച്ചതാ. തന്നെ ആ ഡാഡി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ ക്ലാസ്സിൽ നിന്ന് പൈസ വേണ്ട. ഞാൻ എന്റെ സ്കൂളിൽ പുതിയൊരു കൊച്ചു വന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ, നൗറി. അവള് പാലക്കാടായിരുന്നു. അപ്പം അവളെ അച്ഛൻ ഇപ്പൊ ട്രാൻസ്ഫോമർ കിട്ടി ഇവിടെ. ട്രാൻസ്ഫോമർ മാത്രമേ കിട്ടിയുള്ളൂ, മറ്റേ പോസ്റ്റും ലൈനും ഒന്നും കിട്ടിയില്ലേ? ട്രാൻസ്ഫർ അത് തന്നെ ആ സംഭവം കിട്ടി. അപ്പൊ അവര് ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് വന്ന്. എന്നിട്ട് അപ്പം നാളെ റംസാൻ ആയതുകൊണ്ട് അവര് വാപ്പച്ചി നമ്മളൊക്കെ വിളിച്ചിട്ടുണ്ട്. എന്തിന്? അവിടെ സൽക്കാരിക്കാൻ. സൽക്കരിക്കാനല്ലേ സൽക്കരിക്കാൻ. ഒരു സെന്റൻസ് പറഞ്ഞാൽ 10 തെറ്റുണ്ടാവും അതിനകത്ത്. ഇംഗ്ലീഷ് മീഡിയത്തിലല്ലേ അവിടെ പഠിക്കുന്നത്? പോവാൻ പറ്റോ? അതെ, അതൊക്കെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വന്ന് നമ്മൾ അതൊന്നും വേണ്ട. നമുക്ക് മോളെ പറ, എന്തേലും തിരക്കാണെന്ന് വല്ലതും പറയും. ഇല്ല, ഞാൻ പറഞ്ഞു ഡാഡി ഭയങ്കര, ഞാൻ കുറച്ച് കള്ളം പറഞ്ഞിട്ടുണ്ടേ. ഡാഡി വലിയ രാഷ്ട്രീയക്കാരനാണ്, 10-30 സ്റ്റേജിൽ കയറി പ്രസംഗിക്കുമെന്നൊക്കെ. എത്ര കള്ളമായിരിക്കണം? അത് ഉള്ള കാര്യമല്ലേ? അതിന് നീ കള്ളം പറയുന്ന പറയണേ. ഞാൻ ഇന്ന് ഒരു ദിവസം ഇച്ചിരി സമയം ഇവിടെ ഫ്രീ ആയിട്ടിരുന്നു. അയ്യോ എന്റെ, അത് ഞാൻ നിർബന്ധിച്ച കാരണം ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട്. അതൊന്നുമല്ല, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, മാറ്റി വെച്ചോണ്ട് ഡാഡിക്ക് ഇന്ന് ഇച്ചിരി സമയം ഫ്രീ ആയിട്ട് കിട്ടി. അത് പോവാൻ പറ്റോ ഇല്ലേ? നാളെ പോവല്ലോ. നാളെ പോവാന്ന് പറഞ്ഞാ ശരിയാവടി? എന്താ വീട്ടാ ഒന്നുമില്ല, എവിടെ കിടന്ന ആള് നമുക്ക് പരിചയമൊന്നുമില്ലാതെ. അവള് പോട്ടെ. ഞാൻ ഒറ്റയ്ക്ക് എല്ലാ പ്രത്യേകിച്ച് പറഞ്ഞ അമ്മയും അച്ഛനും വരണം. കണ്ടോ, ഞാൻ ഈ പോണ്ടെന്ന് പറയുന്നതിൽ വേറൊരു വലിയ സംഗതിയുണ്ട്. ഒന്ന്, നമ്മളവിടെ വീട്ടിലോട്ട് പോകുമ്പോൾ വെറും കൈയോടെ പോവാക്കൂല, എന്തെങ്കിലും കുറച്ച് സാധനം, ബേക്കറി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകണം. പിന്നെ ഇനി അവരിപ്പോൾ ഈ പെരുന്നാൾ വിളിച്ചു കഴിയുമ്പോൾ അവരുടെ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നമുക്കിനി തിരിച്ച് ഞാൻ ക്രിസ്മസിനും വിളിക്കണം, നീ ഓണത്തിനും വിളിക്കണം. 2 ചെലവായ. അങ്ങനെ ഒന്നും വേണ്ട, നമുക്ക് ഓണത്തിന് വിളിക്കാം. വിളിച്ചേക്കോളൂ. എന്നാലും എന്തിനാണ് ഇതിപ്പോ അങ്ങോട്ട് പോയിരുന്ന അതവിടെ അങ്ങ് ക്ലീറ്റോ ഇതെന്നൊക്കെ പറഞ്ഞ ഒരു സൗഹൃദവും ബന്ധവും ഒക്കെ അല്ലേ ക്ലീറ്റോ? ഒരു പ്രാവശ്യം പരിചയപ്പെട്ട ആളാണെങ്കിൽ ഒരു പ്രശ്നമില്ല പോവാനായിട്ട്. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പരിചയപ്പെടുന്നത്. ചില നമ്മളായിട്ട് ചില ജാടക്കാരൊക്കെ ആണെങ്കിൽ എനിക്ക് പിന്നെ ജാടയൊന്നുമില്ലേ? ജാട എനിക്ക് വിളിക്കോ നമ്മളെ? പോവല്ലേ? പോവാം. ഇപ്പൊ നിങ്ങളുടെ ആഗ്രഹത്തിന് ഞാൻ തടസ്സം നിന്നു വേണ്ട. അപ്പോഴേ ഡാഡി, നാളെ റംസാൻ അല്ലേ? അപ്പം എല്ലാ ആൾക്കാരും വലിയ വലിയ ആൾക്കാരാ, പണക്കാരാ. അപ്പം അവരൊക്കെ കൊറേ അപ്പം പറഞ്ഞല്ലേ? അപ്പൊ അവിടെ പോണടുത്ത് അപ്പമാണോ? അല്ല, എനിക്കൊരു ഡ്രസ്സ് വാങ്ങിച്ചു തരും, നല്ലൊരു ഡ്രസ്സ് നാളെ ഇടാൻ.
എല്ലാവരും നല്ല ഡ്രസ് അങ്ങനെയുണ്ട്. കൊണ്ടുവരും. പൈസ ഡയറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ എന്താ അവസാനം വന്നു നിന്നത് പൈസയെ തന്നെ. അത് പിന്നെ അവള് പറയണേല് കാര്യമില്ലേ അതുകൊണ്ട് ഈ കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമുക്ക് വെറുതെ ഈ വല്ലാത്ത പൊല്ലാപ്പിലൊക്കെ അങ്ങനെയല്ല പോകണം. ക്ലീറ്റോ. നാളെ നല്ലൊരു പെരുന്നാൾ, അവിടെ പിള്ളേരൊക്കെ പുതിയ ഉടുപ്പിടുമ്പോ അവർക്ക് കൊതി ഉണ്ടാവില്ലേ? അതുപോലെ ഇപ്പൊ തള്ളമാരാണെങ്കിലും മോശമായിട്ടൊന്നും വരുമൊന്നുമില്ല, അവരും ഒക്കെ നല്ല സാരി കൊടുത്തു വരും. അപ്പൊ പിന്നെ കൂടെ പറഞ്ഞ തന്ത അതിനനുസരിച്ച് വരേണ്ടി വരൂലേ? തന്ത വെള്ളയും മാത്രല്ലേ ഇടുള്ളൂ. ഓ തന്തയ്ക്ക് പിന്നെ വെള്ള ആയതുകൊണ്ട് പിന്നെ പ്രശ്നമല്ലേ, അറിയില്ലല്ലോ ഒറ്റ കളർ. നീ ഒരു കാര്യം നീ പറഞ്ഞു കേക്കടി, അതപ്പോ ഒരു കറുത്ത ഒരെണ്ണം മേടിച്ച് തന്നാ പ്രശ്നം തീരുമല്ലോ. എനിക്ക് ഒരു 500 രൂപയുടെ സാരി എടുത്തു. എനിക്കൊരു 700 രൂപ ഗൗണ്. രൂപ 1200 പിന്നെ പോകുമ്പോ എന്തേലും മേടിച്ചോണ്ടേ 1500. വണ്ടി 2000 രൂപയാവും. ഒരു നോട്ടാണ്, ഒരൊറ്റ നോട്ട് 2000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ 2 മാസം തള്ളി നിൽക്കൂടെ ഇല്ലേ? നാളെ വരുന്ന ഒരു 10,000-ന്റെ ഡ്രസ് ഇട്ടോണ്ടായിരിക്കും. വാടി വെച്ചതൊന്നും നടക്കൂല. നീ വാ. സുരേന്ദ്രൻ മുതലാളി എന്തോ കൊട്ടേഷനാണ്. മുതലാളി നമസ്കാരം. നമ്മളൊക്കെ മറന്നോ? ആഹാ ഇപ്പോഴെങ്കിലും ഓർമ്മ വന്നല്ലോ. ഞാൻ വീട്ടിലുണ്ട്. എന്തേ? ഇല്ല ഫോണിൽ കൂടെ പറഞ്ഞോ മുതലാളി. ഓ ആ വസ്തുവിൻ്റെ എലികയിൽ ദിശ പ്രശ്നമുണ്ടോ? അതിപ്പോൾ വില്ലേജ് ഓഫീസറെ നമുക്കൊന്ന് സ്വാധീനിച്ചാൽ കാര്യങ്ങൾ നടക്കുമല്ലോ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വരാം, വീട്ടിലോട്ട് വരാം. ശരി മുതലാളി. തങ്കം വന്നേ. എന്തുവാ? ഈ കർത്താവ് എന്ന് പറയണ വലിയ ഒന്ന് തന്നെയാണ് കേട്ടോ. ഓ സാരി ഇല്ലേ, 1000 രൂപയുടെ സാരി ആയ കുഴപ്പമുണ്ടോ? 1000 രൂപയുടെ സാരി വാങ്ങിച്ചെന്നാ കുഴപ്പമുണ്ടോ? കൊടുക്കാതിരിക്കുമല്ലോ ചെയ്യോ? കൊച്ചിന് വെച്ചിട്ട് ഒരു കൂടിയ ഡ്രസ്സ് തന്നെ, പിന്നെ അതിനായിട്ട് കുറവ് വരുത്തണ്ട. എല്ലാം ഓക്കെ. നാളെ ഗംഭീരമായിട്ട് തന്നെ പോവാം. ഉടുപ്പ് ഓക്കെ. ഒരു AC കാർ വിളിച്ച് നമ്മളങ്ങ് പോവും. നമ്മളായിട്ട് നീ കുറയ്ക്കണ്ട കേട്ടാ. സാറേ സാറേ. ആരാ? എന്താ? നമസ്കാരം. നമസ്കാരം നമസ്കാരം. എൻ്റെ പേര് ക്ലീറ്റസ് എന്നാണ്. ആയിക്കോട്ടെ. ഒരു പൊതുപ്രവർത്തകനാണ്. അതെ അല്ലേ സാറ് പാലക്കാട് നിന്ന് പാലക്കാട് പിന്നെ ഒന്ന് പരിചയപ്പെടാന്ന് കരുതി. നമ്മൾ ഈ പൊതുപ്രവർത്തകരാകുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് പരിചയപ്പെടാം. തീർച്ചയായും 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 പരിചയപ്പെട്ടില്ലേ? അപ്പോൾ ഓക്കെ ശരി. സാറേ പഴയ വില്ലേജ് ഓഫീസറും ഞാനോട്ട് ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ. നമുക്കും അതുപോലെ തന്നെ നല്ല കൂട്ടായിട്ട് പോവാം. സംഭവം അതെ. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ടൊന്ന് പരിചയപ്പെട്ട് പോകാമല്ലോ എന്ന് കരുതി വന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെ വേറെ വൈഫും കുട്ടികളും വൈഫും കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ വന്നത് നമ്മുടെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഇവിടെ ഒരു ചെറിയൊരു പ്രമാണിയുണ്ടേ. അറിയായിരിക്കും. ഫൈനാൻസ് ഒരുപാട് സംഭവങ്ങളുണ്ട് ആൾക്കാർ. സുരേന്ദ്രൻ അറിയാം, കേട്ടിരുന്നു. അപ്പോൾ ഈ സുരേന്ദ്രൻ മുതലാളി ഇപ്പോൾ അടുത്തായിട്ടൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് നമ്മുടെ തിയേറ്ററിന് അടുത്തായിട്ട് കിടക്കുന്ന സ്ഥലത്ത് പണിയണുണ്ടേ. അതിന്റെ ആവശ്യമായിട്ട് വില്ലേജ് ഓഫീസിൽ വന്നിരുന്നല്ലോ. അതിന്റെ എലിക എടുത്തതിനകത്ത് ദിശയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിന് പിന്നെ 90-ലുള്ള സർവേ ആണെന്ന് തോന്നുന്നു. അപ്പൊ അന്ന് എടുത്തതാണ്, അന്ന് അതങ്ങനെ മാറി കിടക്കുകയാണ്. അല്ല അതിപ്പോ അതൊന്ന് ക്ലിയർ ആക്കാൻ ഇനിയിപ്പോൾ ക്ലിയർ ആക്കാൻ വേറെ ഒന്നുമല്ല. നിങ്ങൾ താലൂക്ക് ഓഫീസിൽ പോയി അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്താൽ അവർ റീസർവേക്ക് കൊടുക്കും. എന്നിട്ട് അത് അതിന്റെ നിയമ നടപടികളൊക്കെ കറക്റ്റായി. ഈ റീസർവേക്ക് ചെയ്ത് വരാൻ എത്ര സമയം എടുക്കും? 1 വർഷം അത്രേ ഉള്ളൂ. അത്ര എടുക്കും? അത്ര എടുക്കും 1 വർഷം. ഇത് വെച്ചാൽ മുതലാളി ആകെ ഒരു ടെൻഷനിലാണ്. ഇത് കെട്ടി ഉടനെ ഉദ്ഘാടനം ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനില്ല. അല്ല വില്ലേജ് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം 1 വർഷം എന്ന് പറഞ്ഞത് വളരെ കുറഞ്ഞ കാലാവധിയാണ്. അറിയാം സാറേ. ഇതിപ്പോൾ വില്ലേജ് ഓഫീസിൽ 1 മിനിറ്റ് കൊണ്ടും 1 വർഷം കൊണ്ടും 10 വർഷം കൊണ്ടും കാര്യങ്ങൾ നടക്കും നമുക്കറിയാം. അറിയല്ലേ? അപ്പോൾ അതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇരിക്കുന്ന ദിശയെ ഒന്ന് ഇങ്ങനെ തിരിക്കണം. അതിന് എന്ത് ചെയ്യണമെന്ന് സാറ് പറഞ്ഞാൽ മതി. അല്ല ഇങ്ങനെ ഇരിക്കുന്ന ദിശയെ ഇങ്ങനെ ഒന്ന് തിരിക്കണം. ഞാൻ തിരിക്കൂല. അല്ല വെറുതെ തിരിക്കൂല, ആരും തിരിക്കൂല. എനിക്കറിയാം. അത് സാറ് പറഞ്ഞു എന്താ അതിന് വേണ്ടി ചെയ്യേണ്ടത്. അല്ല എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഞാനൊന്നും ഉദ്ദേശിക്കില്ല. സാറ് ഉദ്ദേശിക്കണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ, അത് ഞാൻ റെഡിയാക്കി തരാം. അല്ല ഇതിനൊക്കെ ഇവിടെ ഒരു കണക്കുണ്ടാവുമല്ലോ നിങ്ങളുടെ ഇടയിൽ, ഈ സാമൂഹ്യ പ്രവർത്തകരുടെ. ഉണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ഞഞ്ഞാവിഞ്ഞ കേസുകൾക്കൊക്കെ ഇവിടെ കുറഞ്ഞത് 5000 രൂപ വില്ലേജ് ഓഫീസർ. 5000 രൂപ അല്ലേ? ഇയാൾ എന്താണോ ഉദ്ദേശിച്ചത്? ഇയാൾ പല വില്ലേജ് ഓഫീസർമാരെയും കണ്ടിട്ടുണ്ടായിരിക്കും. എന്നെ ആ കണക്കിൽ ഇയാൾ കൂട്ടരുത്.
അല്ല ഇയാൾ ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ആളെ ഇവിടെ വന്നിട്ട് എനിക്ക് കൈക്കൂലി ഓഫർ ചെയ്യുന്നു. ഇയാളെ ഞാൻ പോലീസിൽ പിടിപ്പിക്കും. ഇയാൾ എന്താ ഉദ്ദേശിച്ചത്? കുറഞ്ഞു പോയി. അല്ല എന്നെ സ്വാധീനിക്കാനാണോ ഇയാൾ ഉദ്ദേശിച്ചത്? രണ്ടും കൂടെ ഞാൻ മാറ്റി മാറ്റി. അല്ല 5 2 അല്ല 1 ലക്ഷം ആക്കിയാലും പറ്റില്ല. നിയമം വിട്ടുള്ള ഒരു കളിക്കും ഞാൻ നിൽക്കില്ല. സാറേ ക്ലീറ്റസിനെ കുറിച്ച് സാറിന് ശരിക്കും അറിഞ്ഞിടാത്തോണ്ടാണ്. ക്ലീറ്റസ് വിചാരിച്ച ഇവിടെ പലതും നടക്കും. അയ്യോ ഭീഷണിയാണ്. ഭീഷണിയാണെന്ന് വെച്ചാൽ ഭീഷണിയാണെന്ന് കൂട്ടിക്കോ. എന്താണ് ഇയാൾ ഉദ്ദേശിച്ചത്? ഇയാളെ പോലെ ഒരുപാട് രാഷ്ട്രീയക്കാരെ കണ്ടിട്ടാണോ ഞാൻ ഇങ്ങനെ വന്നത്? കേരളം മുഴുവൻ എല്ലാ വില്ലേജ് ഓഫീസിലും പോയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ആ സാറ് പോവാത്ത വില്ലേജ് ഓഫീസ് ഇനിയും കാണാം. അവിടെ ഞാൻ അല്ല പോകാൻ എനിക്ക് അവിടെ താല്പര്യപ്പെട്ടിരിക്കുക അങ്ങോട്ട് പോകാൻ വേണ്ടിട്ട്. ഇയാൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. അല്ല ഇയാൾ ചെയ്യേ കേട്ടാ. ഇയാൾ ചെയ്യേ. തന്റെ വീട്ടിൽ വന്നോണ്ടാണ് ഞാൻ ഇത്രയും മര്യാദയായിട്ട് സംസാരിക്കുന്നത്. അല്ല എന്റെ വീട്ടിൽ വന്നതുകൊണ്ടാണ് തന്റെ അടുത്ത് ഇത്ര മര്യാദയായിട്ട് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഇയാളെ പോലീസ് എന്താ എനിക്ക് പേടി? അല്ല ഇയാൾക്ക് പേടിയില്ലാന്നറിയാം. പക്ഷെ ഇവിടെ ഇത് നടക്കില്ല. സാറ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തു തന്നാൽ മതി. ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ആ ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ല. ക്ലീറ്റസിനെയാണ് നോവിച്ചേക്കണത്. ശരി കാണാം. ഒരു വില്ലേജ് ഓഫീസർ വന്നെങ്കിൽ ഇതുവരെ വന്നില്ലല്ലോ. ഇനി ഡാഡി പറ്റിക്കോ അമ്മ? ഇല്ല ഡാഡി പോവാന്ന് പറഞ്ഞില്ലേ. ഡ്രസ്സ് വാങ്ങിച്ചു തന്നില്ലെങ്കിലും കുഴപ്പമില്ല. നാളെ പോയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ പിണങ്ങോളൂ എൻ്റെ അടുത്ത്. എന്റെ പെണ്ണെ കൊണ്ടുപോകും നീ പറഞ്ഞതല്ലേ ഡാഡിനോട്. ഡാഡി വന്നില്ലല്ലോ. ഡാഡി ആ അതെ വന്നു. എന്റെ ഭാര്യയ്ക്കും മോൾക്കും നാളെ ഇട്ടോണ്ട് പോകാനുള്ള ഡ്രസ്സ്. കുറച്ച് മുറുക്ക്. അയ്യോ നിനക്കും ഇല്ലേ ഇടക്കിടക്ക് തലകറക്കണ്ട. ഇത് മുറുക്ക് അച്ചപ്പ ഒന്നുകൂടെ കറങ്ങിക്കും. ഇച്ചിരി ബേക്കറി സാധനം മേടിച്ചിട്ടുണ്ട്. എനിക്ക് അപ്പഴേ അറിയാന്ന് ഡാഡി വാങ്ങുന്നല്ലേ. ഒരു നിമിഷം ഒരു കാര്യം കൂടെ ഉണ്ട്. ചിട്ടിക്ക് കൊടുക്കാൻ ഇനി പൈസ തന്നില്ല എന്ന് വേണ്ട. അയൽക്കൂട്ട ചിട്ടിക്ക് കൊടുത്തു. ലൈഫ് ഷർട്ട് കൊടുത്തോളൂ. ഡാഡി ഏത് ഡ്രസ് ഇത് എന്റെ മകളെ ചുളുക്കല്ലേ അമ്മ തുറക്കണ്ട അതങ്ങനെ ഇരിക്കട്ടെ. ഹായ് നല്ല രസമുണ്ടായി. രസം ഉണ്ടാവണമല്ലോ. സൂപ്പർ സെലക്ഷൻ. അതൊന്നും നോക്കണ്ട. സാരി എവിടെ കറക്കി? ഇനി കൂടെ അവരുടെ ഒരു ഗമ എന്റെ മോക്കും ഭാര്യയ്ക്ക് ഉണ്ടായില്ല എന്ന് വേണ്ട. എന്റെ ക്ലീറ്റോ ഞാനിത് ഒട്ടും വിചാരിച്ചില്ല. ചെറുപയർ വച്ച ഹായ് സൂപ്പർ. നല്ല രസമുണ്ട് ക്ലീറ്റോ. എനിക്ക് കളർ ഇല്ലായിരുന്നു. എന്താണിയാണോ ക്ലീറ്റോ? ഈ മുമ്പ് ഒരു പ്രാവശ്യം ജമന്തി ഏതൊരു സാരി എടുത്തോണ്ട് വന്നപ്പോ പറഞ്ഞല്ലോ നിനക്ക് അത് കളർ വേണമെന്ന്. ഈ കളർ തന്നെയാണല്ലോ ഉദ്ദേശിച്ചത്. അത്ര അറിഞ്ഞാ മതി. താങ്ക് യു. പിന്നെ കാർ രാവിലെ വരും. ഒരു കുറവുണ്ടാവണ്ട. അതിന് വീട് എവിടെന്ന് അറിയാമോ? അതറിയാൻ എന്തിനാ? പുതിയതായിട്ട് പാലക്കാട് നിന്ന് ഇങ്ങോട്ട് വന്ന വില്ലേജ് ഓഫീസിന്റെ വീട് ഏതാന്ന് ആർക്കും അറിയാം. ചോദിച്ചാൽ അല്ല ഡാഡിക്ക് അറിഞ്ഞൂടെ? ഡാഡിക്ക് അറിഞ്ഞൂടെ വീട്? പുതിയ വില്ലേജ് ഓഫീസറാ. അപ്പൊ വില്ലേജ് ഓഫീസിന്റെ മോളൊക്കെ ഇട്ട കൂട്ട്. പിന്നെ എന്ത് വിചാരിച്ച എല്ലാരും നല്ല ടീംസാ. വലിയ ആൾക്കാരാ. ഡാഡിക്കും മോക്കും വലിയ ഉന്നതങ്ങളിലാ പിടി. എന്ത് ചെയ്യണം? നേരത്തെ കിടന്നു രാവിലെ ഉണ്ടാക്കണം. സൂക്ഷിച്ചു വെച്ചാണേ. അമ്മ അടുക്കള കൊണ്ട് വെച്ചിട്ട് വരാം. വിട് ഇതങ്ങോട്ട് കൊണ്ടുവരാം. അലമാരിലോട്ട് വെക്കും. ആ കിടക്കണില്ലേ ക്ലീറ്റോ? വാ ഉടുപ്പൊക്കെ മാറ്. ക്ലീറ്റോ ഞങ്ങളിതൊക്കെ കിടക്കുവാണേ വരുന്നില്ലേ? വരാം ഞാൻ വരാം. ജിമിക്കൊക്കെ എടുത്തിട്ടേ ഈ അമ്മ ജിമിക്ക് മറ്റേ പട്ടുപ്പാവടയുടെ ഇവിടെ എല്ലാം ഇടാനുള്ള ജീൻസിന്റെ കൂടെ ആരെങ്കിലും ജിമിക്ക് ഇടൂ. ഭാഷകാരി ക്ലീറ്റോ ഇവിടെ പോയി ദൈവത്തിനറിയാം. വാ പോവണ്ടേ? സമയം ഡാഡി. ഞാനേ ഒരു ശബ്ദം എന്തോ ഒരു ഓല വീണ്. അപ്പൊ അത് നോക്കാൻ വേണ്ടിട്ടേ. ഓല വീണ്ടും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇവിടെ വരാൻ ഡാഡി
അമ്മ ഇത് നന്നാവൂല കേട്ടോ. ഒരു സ്ഥലത്ത് സമയത്ത് പോവാന്ന് വിചാരിക്കാതെ വീട്ടിൽ പഞ്ചായത്ത് ഇല്ല. ഞാനേ എന്തോ എന്താ മറന്ന പോലെ ഇങ്ങനെ ആലോചിക്കുക. ഇങ്ങോട്ട് നോക്ക്, ഡ്രസ് നോക്ക്. എന്റേതാ എങ്ങനെയുണ്ട്, കൊള്ളാമോ? കൊള്ളാമോ? ക്ലീറ്റ് ഇങ്ങനെ ക്ലീറ്റ് എടുത്ത സാരി അവളുടെ ഉടുപ്പൊക്കെ നോക്ക്. സെലക്ഷൻ ബ്ലൂ. ഞാൻ എന്റെ ദേ, അല്ല എന്താ ഈ വെകിളി പിടിച്ചത്? ഞാൻ പിന്നെ കുളിച്ചില്ലേ നിങ്ങള്? കുളിച്ചല്ലോ. കുളിച്ചില്ലേ? കുളിച്ചു. ഞാൻ കുളിച്ചു. എങ്ങനെ പോയി മുഖമൊക്കെ കഴുകിയിട്ട് ഇങ്ങനെയാണോ ക്ലീറ്റ് ഒരു വീട്ടിലോട്ട് പോണത്? ആ മുടിയൊക്കെ ഒന്ന് വാരി വെച്ചേ. മോഹം കറുത്തിരിക്കുന്ന ഡാഡി. അതെ ഞാൻ ഈ ഫോൺ എന്റെ എന്താ ചെരുപ്പ് എവിടെ എന്റെ ചെരുപ്പ്? ആ അതാണ് ഞാൻ. അതെ, ഇതെന്താ? ചെരുപ്പല്ല ഞാൻ എന്താണ് എന്തോ മറന്നു. ഞാൻ നോക്കിക്കോട്ടെ ഇവിടെ ഇപ്പൊ ഓർമ്മിച്ച ഡാഡി പൗഡർ എടുത്തിട്ട്. ചുമ്മാ ഓരോ കാര്യങ്ങള്. ആ ഇതെന്തേ? ആ അയ്യോ എന്ത് കട്ടിട്ടോ? എന്തുവാ ക്ലീറ്റ് അവിടെ? ഇങ്ങോട്ട് വന്നേ നിങ്ങള്. ഡാഡി സമയം പോണേ. മേശ ചരിഞ്ഞു വീണ മേശയുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ഇപ്പൊ മേശപ്പുറത്തോട്ട് കയറാൻ ആര് പറഞ്ഞു? ഞാൻ പൈസ എവിടെ വെച്ചോന്ന് അത് പിന്നെ എടുക്കാം. ഡാഡി വന്നേ പോയി. നമുക്ക് ഇറങ്ങാം. വണ്ടി വിളിച്ചോ? അമ്മ എടി എടുത്തോ വാട്ടർ ബോട്ടിൽ. ആ വെള്ളമൊക്കെ അവിടെ കാണും. സോറി വെള്ളമൊക്കെ അവിടെ കാണും. നീ ലഡു എടുത്ത് തിന്നല്ലേ? ഒന്നേ അത് മാറ്റി വെച്ചോ. നമുക്ക് വൈകുന്നേരം വന്നിട്ട് തിന്നാം. പിന്നെ എന്താ ചെയ്യണ്ടെന്നറിയോ തക്കളി മോളെ? അമ്മ ലഡു തിന്നാൻ എനിക്ക് ഹലോ ആരാണ്? അതെ എപ്പോ? എന്നിട്ട് ഏതാശുപത്രിയില്? ആ ഞാൻ വരാതെ ഞാനങ്ങ് എത്തിക്കോളാം. നിങ്ങൾ അവിടെ കാണണം കേട്ടോ. എന്താ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ അത് കൊടുത്തോ. ആ ശരി ഓക്കെ. എന്റെ മനസ്സിൽ ഈ ഒരു ആദ്യം ഇങ്ങനെ കിടന്നു. ഇത് എന്നായിരുന്നു? നടരാജനെ തലചുറ്റി വീണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഐസിയില്ല. എനിക്കറിയില്ല. അവന് ഇതിനു മുന്നേ ഒരു പ്രാവശ്യം തലചുറ്റി വീണിട്ട് അന്ന് ഇതുപോലെ ആശുപത്രി കൊണ്ടുപോയി. ഇപ്പൊ ആരുമില്ല അവിടെ. ചെല്ലണം, ഞാൻ ചെല്ലണം. ഭാര്യയില്ല. അവളെ വീട്ടിൽ പോയിക്കാ. ഞാൻ വിളിച്ചത് പറയാൻ പറ്റില്ല. ഞാൻ പോണം ആശുപത്രിയിൽ. അല്ല ഇത് എങ്കിൽ നമ്മളെ കൊണ്ടാക്കിട്ട് വെക്കോ? ഇല്ല മക്കളെ, അതിനുള്ള സമയമില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ആശുപത്രി പോയി ക്ലീറ്റ് ആദ്യം ഒന്ന് സമാധാനപ്പെട്ട് ഞാൻ പറയാം. അല്ല എനിക്കങ്ങനെ സമാധാനപ്പെടാൻ പറ്റില്ല. എന്റെ ക്ലീറ്റോ പൊയ്ക്കോ, കുഴപ്പമില്ല. ഞങ്ങൾ ആദ്യം അങ്ങ് പോവാം. ക്ലീറ്റോ അവിടുത്തെ ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നാ മതി. ശരിയാവൂല. ഇനി അഥവാ നടരാൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിങ്ങൾ അവളെ ഒന്ന് വിളിക്കാനും എടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അതെ ഒരു കാര്യം ചെയ്യും. നമുക്ക് ആ കൂട്ടുകാരി വിളിച്ച് പറയാം ഇന്ന് വരാൻ പറ്റില്ല. ഡാഡി എടുത്ത് സ്നേഹം ഉണ്ട്. എന്റെ പൊന്നു മോളെ വിളിച്ച് പറ. അതെ മക്കളെ, നടരാജ മാമന് നമ്മളെ എന്ത് വേണ്ടപ്പെട്ടാണെന്ന് അറിയാലോ. നമുക്ക് രാത്രി പോവാം. അമ്മ കൊണ്ടുപോയാ പോരെ? അതാ പറഞ്ഞേ. അതെ അപ്പൊ അമ്മയും പുതിയ സാരി എടുത്തല്ലേ? അവളും വിഷമിക്കൂലേ? ഇല്ല, നമുക്ക് നമ്മള് വേറൊരു സ്ഥലം വീട്ടിൽ പോകും. ഇത് കഴിഞ്ഞിട്ട് മക്കളെ രാത്രി ആകുമ്പോ അമ്മ കൊണ്ടുപോവാ നിന്നെ. പോയിട്ട് എന്ത് ചെയ്യേ? നമ്മുടെ നടരാജൻ മാമനല്ലേ? അതെ എല്ലാവരും അവിടെ വരും. എനിക്ക് വേണ്ട വണ്ടി. പിന്നെ ഞാനേ ഡാഡി എന്ത് വേണാടി? ക്ലീറ്റോ ഓ ഒന്നിങ്ങ് വന്നേ. ഒന്ന് വേഗം വരുവോ? ഐസിയു കിടക്കുന്ന നടരാജന്റെ പ്രേതം വന്ന് നിൽക്കുന്നു കേട്ടോ. പ്രേതം? ആരുടെ പ്രേതം? ആരാ ഐസിയു കിടന്നു? ചോദിക്ക്, നേതാവിനോട് ചോദിക്ക്. ആരാ ഐസിയു കിടന്നത്? പറഞ്ഞു കൊടുക്ക. പിന്നെ നേതാവേ, ഞാനിപ്പോ വന്നതേ, നേതാവ് ഇന്നലെ ആ വില്ലേജ് ഓഫീസർ വീട്ടിൽ കയറി ചെന്ന് അയാളെ രണ്ട് ചീത്ത വിളിച്ചില്ലേ, അത് കലച്ചു കേട്ടാ. നല്ല രുമ്പ പ്രഭാതം. പിന്നെ നേതാവ് എന്നെ കൂടെ വിളിച്ചില്ലല്ലോ. ഞാൻ കൂടെ വന്നിരുന്നെങ്കിലേ ഇടിച്ചവരെ കൂമ്പ് വാട്ടിയേരെ. നേതാവ് വിഷമിക്കണ്ട, ഇന്ന് അവധിയാണ്. നമുക്ക് നാളെ അയാളെ ഓഫീസിൽ കയറി ചെന്ന് അയാളെ ഫയലുകൾ മൊത്തം നമുക്കിട്ട് കത്തിക്കാം. എന്നിട്ട് ആ കസേര ഇടിച്ച് പൊളിച്ച് അവനെ അവിടെ ഇരിക്കാൻ പറ്റാതെ നമുക്ക് ആക്കണം. നല്ലതാ. കൂടെ ഒരു കാര്യം കൂടി ചെയ്യും. എന്താണ്? അവിടെ മാത്രം ആക്കണ്ട, നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ സർക്കാർ ഓഫീസിലെല്ലാം കൂടി അങ്ങ് കത്തിക്കും. എന്നിട്ട് രണ്ടും കൂടി അതിന്റെ നടുക്ക് കയറി നിൽക്കുക. അല്ല അത് വേണോ?
ഡാഡി എന്റെ ചതിയുടെ ഡാഡി. നാക്കെടുത്ത കള്ളല്ലേ പറയുള്ളൂ. കഷ്ടമുണ്ട് ഡാഡി. ഇപ്പൊ ആരെങ്ങും പോട്ടെ, ഞാനും വരൂല. പുതിയ എന്തെങ്കിലും കള്ളത്തരം പറയാനുണ്ടോ? അവിടെ പോവാണെങ്കിൽ അടിച്ചു പൊളിക്കായിരുന്നു. എന്റെ പൊന്നു കുഞ്ഞെ, കഴിഞ്ഞില്ലേ ഇത്? ഡാഡിക്ക് ഇന്നലെ പറഞ്ഞോടായിരുന്നാ പോവില്ലെങ്കിൽ. ആ സാരമില്ല, പോട്ടെ. എന്തിനാ ചുമ്മാ എന്നെ കൊതിപ്പിച്ച? ഡാഡി അല്ലേലും ഞാൻ ചുമ്മാ കൊതിപ്പിച്ചിട്ട് കടന്നു കളയും. ഓ, കൊതിപ്പിച്ചിട്ട് കടന്നോളയാ നിന്റെ ഡാഡി ആര്? അമ്മ മിണ്ടായി. അത് നോക്കിക്കേ, അടുത്ത പ്രാവശ്യം ഒന്ന് 2 ദിവസം നേരത്തെ പോക്കോ കൂട്ടുകാർ. എല്ലാവരും അടിച്ചു പൊളിക്കായിരിക്കും അവിടെ കിടന്നു. പോയി കാണാൻ തിരിച്ചു. എന്തൊക്കെയാ ഉണ്ടായിരുന്നു അവിടെ? തക്കളി തക്കളി ആരാ മോനെ? സോറി, എനിക്ക് അമ്മ നൗറിൻ. സോറി, എനിക്ക് വരാൻ പറ്റില്ല. വീട് എങ്ങനെ കണ്ടുപിടിച്ചു? ആ വീടൊക്കെ കണ്ടുപിടിച്ചു. തക്കളിയെ കാണണമെന്ന് മോക്ക് ഭയങ്കര നിർബന്ധം. അങ്ങനെ ഇങ്ങോട്ട് പോകുന്നതാ. ശരിക്കും ഞങ്ങള് വരാനിരുന്നതാണ് കേട്ടോ. വൈകുന്നേരം വിളിക്കാനിരിക്കായിരുന്നു. വേറെ കുറച്ച് അത് കുഴപ്പമില്ല, ഇത് കുറച്ച് ഭക്ഷണമാണ്. പെരുന്നാളിന് അവിടെ ഉണ്ടാക്കിയപ്പോ തക്കളിക്ക് കൊടുക്കണമെന്ന് മോളുടെ ഒരു ആഗ്രഹം. മക്കളെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അത് കുഴപ്പമില്ല. സാർ കേറിയിരിക്കേ. അല്ല പോണം, ഒരു തിരക്കുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് വേറൊരു സ്ഥലത്തൂടെ കയറാനുണ്ട്. അയ്യോ, എന്നാലും വന്നിട്ട് ചായ ഇല്ല വേണ്ട, കുഴപ്പമില്ല. അയ്യോ, ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ്. ക്ലീറ്റോ, ഒന്നിങ്ങ് വന്നേ. ഡാഡി വാ. ഇതാരാ? ഇതാ മോളുടെ ഡാഡി. ആ ക്ലീറ്റസ്. വാ ക്ലീറ്റസേ. അല്ല ഇന്നലെ ക്ലീറ്റസും ഞാനുമായിട്ടൊന്ന് പരിചയപ്പെട്ടായിരുന്നു അല്ലേ ക്ലീറ്റസേ? സാറേ ക്ഷമിക്കണം. ഇല്ല, അതൊന്നും വിഷയമാക്കണ്ട. എനിക്ക് തോന്നുന്നു ആ ഒരു പ്രശ്നം കൊണ്ടാണ് ക്ലീറ്റസ് വീട്ടിലേക്ക് വരാത്തതെന്നല്ലേ? അതുകൊണ്ടല്ല, എനിക്ക് 1-2 വേണ്ട തിരക്കുണ്ടായിരുന്നു. വേണ്ട, വീണെടുത്ത് കിടന്ന് ഉരുളണ്ട. അത് എന്തോ മനസ്സിനകത്തുണ്ട്. അതൊക്കെ പോട്ടെ. ഇതാ കണ്ടില്ലേ നമ്മുടെ മക്കൾ എന്ത് സൗഹൃദത്തിലാണ് അവർ കഴിയുന്നത്. അവരുടെ ഇടയിൽ ജാതിയോ മതമോ എന്തേലും ഉണ്ടോ? ഒന്നുമില്ല. അവളെ കണ്ടപ്പോൾ തന്നെ അവളുടെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ അല്ലേ മോളെ? ആ എന്തിനാ നമ്മളിങ്ങനെയൊക്കെ വൈരാഗ്യം വെച്ചുകൊണ്ട് നടക്കുന്നത്? മണ്ണിൽ നിന്ന് വന്ന് മണ്ണിലേക്ക് തന്നെ പോകേണ്ടവരല്ലേ നമ്മൾ. നമുക്ക് ഈ പിണക്കമൊക്കെ മറന്ന് സൗഹൃദത്തിൽ പോവാം അല്ലേ? സാറിനോട് ക്ഷമിക്കണം. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഈദ് മുബാറക്. ഇത് പറഞ്ഞു Alien versus Alien.